ഹായ് ഫ്രണ്ട്സ്, പോട്ടഡ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വലിയ 2 പോട്ടിലാണ് ചെടികൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ രണ്ടിലും ഓൾറെഡി നമ്മുടെ സൈപ്രസ് പ്ലാന്റ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെക്കാൻ പോണത് നമ്മുടെ വിങ്ക പ്ലാന്റ്സ് ആണ്. അതൊരു 4-5 കളറിലുണ്ട്. വിങ്ക പ്ലാന്റ്സ് 4 എണ്ണം ഇങ്ങനെ സൈപ്രസ് പ്ലാന്റിൻ്റെ 4 ചുറ്റുമായിട്ട് 4 സൈഡിലായിട്ട് ഇങ്ങനെ നമ്മൾ വെച്ചേക്കുന്നത്. ഇനി ഇതിൽ വിങ്ക പ്ലാന്റ്സിൻ്റെ ഗ്യാപ്പ് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ അരേലിയെ തന്നെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കണം. അതൊന്നിച്ചൊരു ബുഷിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 4-5 കട്ടിങ്സ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. കുറച്ച് വലിപ്പമുള്ള കട്ടിങ്സ് ആയിട്ടാണ് നമ്മളിതിൽ വെക്കുന്നത്. അപ്പോൾ ഓരോ വിങ്ക പ്ലാന്റിൻ്റെയും ഇടവിട്ടുള്ള ഗ്യാപ്പിലൊക്കെ നമ്മൾ ഒരു ബോൾ ഷേപ്പ് വരുന്ന രീതിയിലാണ് നമ്മുടെ അരേലിയ പ്ലാന്റ് വെച്ചിരിക്കുന്നത്. സൈഡിലേക്ക് വളർന്നു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മളിപ്പോൾ തന്നെ അത് പ്രൂൺ ചെയ്ത് മാറ്റാം. അങ്ങനെ വളരുമ്പോൾ ഇപ്പോൾ ഒരു ബോൾ ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതിങ്ങനെ ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ ഒന്നിടവിട്ട് ഒരു ബോൾ ഷേപ്പിലുള്ള അരേലിയയും അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ വിങ്ക പ്ലാന്റും കൂടി വെച്ച് കൊടുത്തേക്കാണ്. അങ്ങനെ അത് ലാസ്റ്റ് എല്ലാ ഭാഗവും നമ്മളിവിടെ അരേലിയ വയ്ക്കാനുള്ള ഭാഗങ്ങളെല്ലാം ഏകദേശം നമ്മളിവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ അരേലിയ കൂടി എല്ലാ ഭാഗത്തും ഫില്ലാക്കി. അങ്ങനെ നമ്മളിത് ഏകദേശം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഈ പോട്ടിലെ ഗാർഡൻ്റെ ഫൈനൽ ലുക്ക്. ഇതാണ്. രണ്ട് പോട്ടും ഒരേപോലെ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. വീട്ടിലെ ഗേറ്റിൻ്റെ 2 സൈഡിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരേപോലെ 2 പോട്ടും നമ്മളിവിടെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻസിലൂടെ അറിയിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും എല്ലാം ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.